ആവേശക്കടൽ തീർത്ത കൊട്ടിക്കലാശത്തോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 3 മുന്നണികളുടെയും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ മുന്നണികളുടെ മുതിർന്ന നേതാക്കളും കൊട്ടിക്കലാശത്തിനെത്തി. 1 മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിന്റെ എല്ലാ വീറും വാശിയും അവസാന മണിക്കൂറിലും പ്രകടമായിരുന്നു. നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഞങ്ങളുടെ പ്രതിനിധികൾ കൊട്ടിക്കലാശത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ റെഡിയാണ്. മുഹമ്മദ് അസ്ലം, ഷബീർ ഒമർ, നന്ദഗോപാൽ എന്നിവർ വിശദ വിവരങ്ങൾ നൽകും. ആദ്യം അസ്ലമിലേക്ക്. അസ്ലം, ഒരു വള്ളം കളിയുടെ ഫൈനൽ എന്ന വണ്ണം ഏത് ക്യാമ്പിലാണ്, ഏത് മുന്നണിക്കൊപ്പമാണ് കൂടുതൽ ആളുകൾ ഉള്ളതെന്നത് കൃത്യമായി പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന രീതിയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കൊട്ടിക്കലാശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ അസ്ലം പറയേണ്ടത് UDF ക്യാമ്പിൽ എത്ര കണ്ട് കളറും എത്ര കണ്ട് പൊലിമയും എത്ര കണ്ട് ആവേശവും വാരി വിതറാൻ അവിടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട്. എത്ര വലിയ ആത്മവിശ്വാസം ഈ കൊട്ടിക്കലാശം കഴിയുമ്പോൾ UDF ക്യാമ്പിലുണ്ട് അസ്ലം? ഒരു മനുഷ്യക്കടൽ പോലെ ആർത്തിരമ്പിയ UDFന്റെ പ്രചാരണ സമാപനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ അതിന് 6 മണിയായി പരസ്യ പ്രചരണത്തിന് സമയം കഴിഞ്ഞ് അതിന്റെ ശബ്ദവായനകൾ നിർത്തിയെങ്കിൽ പോലും ഈ ഒരു തിരക്കിൽ നിന്നും നേതാക്കൾ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യം. അത്രത്തോളം ആളുകളുടെ സാന്നിധ്യമാണ് ഈ പാലക്കാട്ടെ UDFന്റെ കൊട്ടിക്കലാശത്തിന് എത്തിയത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ, KPCC പ്രസിഡന്റ് മുനവർലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ പാർട്ടി മാറി വന്ന സന്ദീപ് വാര്യർ തുടങ്ങി നേതൃനിര വലിയ തോതിൽ സാന്നിധ്യത്തിലാണ് ഇവിടെ കൊട്ടിക്കലാശം നടന്നത്. ഒരുപക്ഷെ 2 മണി മുതൽ തന്നെ റോഡ് ഷോ ആരംഭിച്ചിരുന്നു. 2 മണി മുതൽ തുടങ്ങിയ റോഡ് ഷോ ഒലവക്കോടം തുടങ്ങി നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ വഴി കറങ്ങി ഇവിടെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ജനസമുദ്രമായിരുന്നു. നേതാക്കൾ എത്തിയോടുകൂടി ഇവിടെ ആളുകൾ വലിയ ആവേശത്തിലേക്ക് മാറി. തുടർന്നങ്ങോട്ട് അവസാന കുറച്ച് നിമിഷം മാത്രമാണ് നേതാക്കൾ സംസാരിച്ചത്. അതുവരെയൊക്കെ വലിയ തോതിലുള്ള ആവേശത്തിൽ മുദ്രാവാക്യം വിളികളും നേതാക്കളെല്ലാം നമുക്കറിയാം. ചേലക്കരയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മുന്നമ്പി രമ്യ ഹരിദാസും തുടങ്ങിയ എല്ലാ നേതാക്കളും ഈ ഒരു ആവേശക്കടയിൽ പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ ഒരു തിരക്ക് മാറുന്നില്ല. നമുക്ക് ഇതിനെ അവിടെ നിൽക്കാൻ കഴിയാത്ത വലിയ തിരക്കാണ്. സ്ഥാനാർത്ഥികളും എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്ത്, ഈ നിരഞ്ജൻ റോഡിന്റെ ഒരു ഭാഗത്താണ് UDFന് നൽകിയിരിക്കുന്നത്. ആ സ്ഥാനം പൂർണ്ണമായി തന്നെ UDFന്റെ പ്രവർത്തകർ കൈയടക്കിയിരുന്നു. നമ്മൾ 2 മണിക്കോടെ വരുന്നത് പോലെ തന്നെ പാലക്കാട് നിന്ന് മാത്രമല്ല വ്യത്യസ്തമായ ജില്ലകളിൽ നിന്ന് ഉള്ള ആളുകൾ ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം കണക്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ അടുത്ത ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശമായി ഇവിടെ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് UDF എന്നതിൽ സംശയമില്ല. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ കരുതുന്നു. പൊതുവെ സർക്കാർ ഭരണവിരുദ്ധമായ ഒരു സമീപനം താഴെത്തട്ടിൽ ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായി ഏറ്റവും അവസാനം സന്ദീപ് വാര്യരെ BJPയുടെ കോട്ടയിൽ നിന്നും എത്തിച്ചത് മുതലുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും തങ്ങൾക്ക് അനുകൂലമായി മാറും. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ കുന്തമുന തിരിച്ചുകൊണ്ട് വന്ന CPMന് ഒരു ഘട്ടത്തിൽ പെട്ടി വിവാദത്തിന് ശേഷം അല്ലെങ്കിൽ പാതിരാ പരിശോധനയ്ക്ക് ശേഷം വലിയ തോതിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനോ വിവാദങ്ങൾ മുന്നിൽ നിൽക്കാനോ കഴിഞ്ഞില്ല എന്ന് UDF ക്യാമ്പ് കരുതുന്നു. മാത്രമല്ല BJPയിൽ സന്ദീപ് വാര്യരുടെ വിഷയം മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിയുടെ പ്രശ്നം കൊണ്ട് അവരുടെ ക്യാമ്പയും പ്രശ്നമുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള വിജയം അവർ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഈ കുട്ടിക്കലാശം കഴിയുമ്പോൾ എന്താ പറയുന്നത്? രാഹുൽ കൊണ്ടോ 15,000 വോട്ട് എണ്ണാനൊന്നുമില്ല, ഉറപ്പിച്ചതാ.
എത്ര ഭൂരിപക്ഷം പറയും? 50,000 15 to 20 ഭൂരിപക്ഷം 20,000 വോട്ടിന്റെ മുകളിൽ രാഹുൽ ജയിച്ചിരിക്കും. ഭൂരിപക്ഷം അവര് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ കാര്യം മാത്രമാണ് അവർക്ക് പാലക്കാട് വിജയിക്കുന്ന കാര്യത്തിൽ യു.ഡി.എഫ് പ്രവർത്തകർക്ക് ഒരു തരത്തിലും ആത്മവിശ്വാസക്കുറവില്ല. പകരം ഭൂരിപക്ഷം എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോരുത്തരുടെയും അഭിപ്രായം ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ആവേശം ഉണ്ട്. നമുക്കറിയാം പാലക്കാട്, ചേലക്കരയും വയനാടും കഴിഞ്ഞോടുകൂടി പൂർണ്ണമായും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മാറി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകരെല്ലാം കൂടി വന്നതോടുകൂടി പാലക്കാട്ടെ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് യു.ഡി.എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു ആവേശം നൽകുന്ന ഒരു കാര്യമായി ഇതുവരെ നടന്ന ഒരു മാസത്തിലധികമായി നീണ്ട ഒരു മാസത്തിലധികമായി നീണ്ട പ്രചരണങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. PCCയുടെ പ്രസിഡന്റും മുൻ എംപിമാരായ CK മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവ് മുനവലി തങ്ങൾ ഉൾപ്പെടെ എല്ലാ പേരുടെയും സാന്നിധ്യം കൊണ്ട് ഈ കൊട്ടിക്കലാശം സമാപിപ്പിക്കാൻ കഴിഞ്ഞതോടുകൂടി യു.ഡി.എഫ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ, ജനവിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ സമീപനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായ BJPയുടെ ക്യാമ്പിൽ അങ്കലാപം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസമാണ്. എന്തായാലും അതിന്റെ എല്ലാ പ്രകടനവും ഈ കൊട്ടിക്കലാശത്തിൽ കാണാൻ കഴിഞ്ഞു. നമ്മൾ മണിക്കൂറുകളോളം നീണ്ടുന്ന കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ ഏവർക്കും അതിൽ വ്യക്തമായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് കൊട്ടിക്കലാശം സമാപിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും നിശബ്ദ പ്രചരണത്തിന്റെ സമയങ്ങൾ. മറ്റന്നാൾ ബൂത്തിൽ എല്ലാ പേരെയും എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നതായാലും പുറത്തുനിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ഇന്നത്തോടുകൂടി ഇവിടെ വിടും. ഇനി പൂർണ്ണമായും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങളുമാകുന്നതായാലും ബൂത്തുകളിലേക്ക് ഇനി പോയിക്കൊണ്ട് മറ്റന്നാളെ എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോവുകയാണ് യു.ഡി.എഫ്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി കൊട്ടിക്കലാശം നടത്താൻ യു.ഡി.എഫ് കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൈഫെ യു.ഡി.എഫ് ഉള്ളത്. ശരി അസ്ലം, വലിയ ആൾക്കൂട്ടത്തെ അണിനിരത്താൻ കഴിയുന്നു, ഒപ്പം മുഴുവൻ നേതാക്കളെയും വേദിയിലെത്തിക്കാൻ കഴിയുന്നു. ആ നിലക്കൊരു വലിയ ആത്മവിശ്വാസം കൊട്ടിക്കലാശം കഴിയുമ്പോൾ യു.ഡി.എഫ് ക്യാമ്പിലുണ്ട് എന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു.